അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തുകളിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. കാരണം നമുക്ക് ക്ലാസിന്റെ അവസാന ഭാഗത്ത് മറ്റ് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ക്ലാസ് തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തു തന്നത്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് അതിനിടക്ക് യാതൊരു തടസ്സവും വരാതെ 11 ആഴ്ചകളിലായി ഇൻഷാ അല്ലാഹ് ഇന്നത്തോടു കൂടി നമ്മൾ ഇത് പൂർത്തീകരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ ക്ലാസ്സിൽ പല സന്ദർഭങ്ങളിലായി സംബന്ധിച്ചിട്ടുണ്ട്. പലരും കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവരിൽ നിന്നും സ്വാലിഹായ വിധത്തിൽ ഈ കർമ്മം സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്ത് സജദയിലെ അവസാനത്തെ 3 ആയത്തുകൾ 28, 29, 30 ആയത്തുകളാണ്. 30 ആയത്തുകളാണല്ലോ ഇതിലുള്ളത്. നമുക്കതിന്റെ പാരായണം ആദ്യമായിട്ടൊന്ന് കേൾക്കാം. സൂറത്തിന്റെ തുടക്കത്തില് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ സത്യതയെ സംബന്ധിച്ച്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ സംബന്ധിച്ച്, പിന്നീട് റിസാലത്തിന് അദ്ദേഹത്തിന്റെ ദൗത്യത്തെ സംബന്ധിച്ച്, അതിനിടക്ക് പരലോകത്തെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ചൊക്കെയാണ് സൂചിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഇന്ന് വീണ്ടും വിചാരം നടത്താനോ തെറ്റുതിരുത്താനോ സാധ്യമല്ലാത്ത ഒരു ദിവസം മനുഷ്യനെ അഭിമുഖീകരിക്കുന്നു എന്ന കാര്യം കൂടെ ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ വല്ലാതെ ധൃതി കാണിക്കുന്നവനാണ്. എല്ലാം പെട്ടെന്ന് വേണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. എന്ത് പറഞ്ഞാലും, നന്മ പറഞ്ഞാലും ഇനി ദോഷമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും എന്നാ അതൊന്ന് സംഭവിക്കട്ടെ, അതൊന്ന് വന്ന് കാണട്ടെ, അങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യൻ എന്നാണ്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് ധൃതിയിലാണ്, ധൃതി പൈശാചികമാണ് എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമുക്കറിയാം. ഞാൻ അങ്ങോട്ട് വരാം. അതിന്റെ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അത് പരാമർശിക്കുന്നുണ്ട്. ഏതായാലും ഈ ആയത്തിലൂടെ നമ്മൾ പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഖൂലൂന മത്താ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ. ഇൻ കുൻതും സാദിഖീൻ. വയഖൂലൂന, അവർ പറയുന്നു, അവർ ചോദിക്കുന്നു, മത്താ ഹാദൽ ഫത്ഹു, ഈ തീരുമാനം എപ്പോഴാണ്? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞില്ലേ, ഫത്ഹ്. അവിടെ ഫത്ഹിന്റെ അർത്ഥം വിജയം എന്നാണ്. രണ്ടർത്ഥാണ് ഫത്ഹിനുള്ളത്. അത് നമുക്ക് പരിശോധിക്കാം. എപ്പോഴാണ് ഈ തീരുമാനം? എപ്പോഴാണ് ഈ തീരുമാനം ഉണ്ടാവുക എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടല്ലോ. എപ്പോഴാണ് തീരുമാനം? ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അതൊരു വല്ലാതെ ഒരു വല്ലാതാക്കുന്ന ഒരു ചോദ്യമാണല്ലോ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നുള്ളത്. സത്യവാന്മാരാണെങ്കിൽ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയൂ എന്ന അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വയഖൂലൂന മത്താ ഹാദൽ ഫത്ഹു ഇൻ കുന്തും സാദിഖീൻ. ചെറിയ ഒരായത്ത് അല്ലെ? അതിന്റെ വാക്കർത്ഥം വയഖൂലൂന, അവർ പറയുന്നു അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു. മത്താ, എപ്പോഴാണ്? ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മത്താ എന്നുള്ളത്. ഐന, മാ, മാതാ എന്നൊക്കെ ചോദിക്കുന്നത് പോലുള്ള ഒരു ചോദ്യത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് എപ്പോഴാണ്, മത്താ എന്നുള്ളത്. ഹാദൽ ഫത്ഹു, ഈ തീരുമാനം അല്ലെങ്കിൽ ഈ വിജയം, ഈ അംഗീകാരം, ഈ തുറവി. ഇൻ കുന്തും സ്വാദിഖീൻ, ഇൻ കുന്തും, നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാന്മാർ. സിദ്ഖുൻ, സ്വാദിഖുൻ സത്യവാൻ, സാദിഖീന സത്യവാന്മാർ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എപ്പോഴാണ് ഈ തീരുമാനം എന്നൊന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ? ഇത് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് ആരാണ് എന്ന് നമുക്കറിയാം.
പരിശുദ്ധ ഖുർആനിന്റെ എതിരാളികളാണ്. ഖുർആനിന്റെ സത്യതയിൽ സംശയിക്കുന്ന, പ്രവാചകനെ മറ്റേതോ തരത്തിലുള്ള കെട്ടിച്ചമച്ച കഥകൾ പറയുന്നവനാണ് എന്ന് തരത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ അവസാനമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ ചോദ്യത്തിന് മത്താ ആദൽ ഫത്ഹു, ഈ ചോദ്യം അൽ ഇസ്തിഫ്ഹാം, ഈ ചോദ്യം യഥാർത്ഥത്തിൽ മത്താ എന്ന് ചോദിക്കുന്ന ഈ ചോദ്യം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അലം എന്ന് പറഞ്ഞപ്പോ അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, അറിഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ റിപ്പോർട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. ഇതേപോലെ ഇവിടെ മത്താ എന്ന് ഇവർ ചോദിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുന്നത് അവർ പരിഹസിക്കുക. നിങ്ങൾ പറയുന്നത് സത്യമാണെന്നല്ലേ, നിങ്ങള് പ്രവാചകന്റെ അനുയായികളാണ്, വഹി വരുന്നവരാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊക്കെ ദിവ്യ സന്ദേശം നൽകപ്പെടുന്നവരാണ് എന്ന് ചോദിക്കുന്നത് ലൈസ ഇസ്തിഫ്ഹാമൻ അലാ ഹഖീഖത്തിഹി, യഥാർത്ഥത്തിലുള്ള ഒരു ചോദ്യമല്ല. ഇന്നമാ യുറാദു ബിഹി അൽ ഇസ്തിഹ്സാ വസ്സുഖ്രിയ്യ, പരിഹാസ്യമാക്കുക, അപമാനിക്കുക, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ വിശ്വാസികൾ അപമാനിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതിൽ വന്ന ഒരു വാക്കാണ് ഫത്ഹ് എന്ന് പറഞ്ഞല്ലോ. ഫത്ഹുൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാന്നുണ്ട്, തുറക്കുക എന്നുണ്ട്. ഓപ്പണിങ്, ഒരു തുറവി എന്നർത്ഥമുണ്ട് അതിന്. അതേപോലെ വിക്ടറി, വിജയം എന്നർത്ഥമുണ്ട്. മൂന്നാമത് വേറൊരർത്ഥമുള്ളത്, മറ്റൊരർത്ഥമുള്ളത് മഅന ഇൽഹാറുൽ ഹഖ് ഫിൽ ഹുക്ം ബൈനൽ ഹഖ് വൽ ബാത്തിൽ എന്നാണ്. ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ ഒരു ഹുക്കുമ് പറയുക, ഒരു കൃത്യത വരുത്തുക, അതിനാണല്ലോ നമ്മൾ തീരുമാനം പറയാ എന്ന് പറയുന്നത്. അതുകൊണ്ട് യമനിലുള്ള ജഡ്ജിക്ക് പറയുന്ന പേര് അൽ ഫാത്തിഹ് എന്നാണ് പോലും. അദ്ദേഹം അവിടെ വിളിക്കുക ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ ഒരു ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ ജഡ്ജ്മെന്റ് നടത്തുന്ന, വിധി നടത്തുന്ന ആള് എന്നുള്ളതൊക്കെയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ടർത്ഥമുണ്ട്. എന്തൊക്കെ? രണ്ട് തരത്തിലുള്ള അർത്ഥം ഇതിനുണ്ട്. ഏതൊക്കെയാണ് അർത്ഥം? ഒന്ന്, തീരുമാനം. ഈ വിധി ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ എപ്പോഴാണ് വരുന്നത്, ഈ പ്രതിഫലവും ശിക്ഷയും എപ്പോഴാണ് സംഭവിക്കുന്നത്, എന്നാണ് ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഖുർആനിന്റെ എതിരാളികൾ ചോദിക്കുന്ന ആ ചോദ്യം, അവിടെ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തീരുമാനം എന്ന്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചില്ലേ, യോമൽ ഫസ്ല്, തീരുമാനത്തിന്റെ ദിവസം. രണ്ടാമത്തതൊന്ന് വിജയം എന്നാണ്. ഫത്ഹു എന്ന് പറഞ്ഞാൽ ഇദാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് കണ്ട വിജയം എന്നാണ് രണ്ടാമത് ഇതിന്റെ അർത്ഥം. വിശ്രമിക്കാനും ആശ്വസിക്കാനും പോകുന്ന ഒരു ദിവസമുണ്ട് എന്ന് സ്വഹാബത്ത് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പ്രയാസങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോ എന്തെങ്കിലും ഒരു നാൾ വിശ്രമിക്കാൻ കഴിയുന്ന, സ്വസ്ഥമായി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ കഴിയുന്ന ഒരു നാള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കില്ല എന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്നാണ്. അതാണ് ആ വിജയത്തിന്റെ ദിവസം. അത് ഖുർആനിന്റെ വാഗ്ദാനമാണ്, അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനമാണ് അങ്ങനെ ഒരു വിജയത്തിന്റെ ദിവസം ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെ ഒരുപാട് വിജയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബദറിന്റെ വിജയം നമുക്കറിയാലോ. സയ്യുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ എന്നൊരായത്തിറങ്ങി. സംഘങ്ങളൊക്കെ തോറ്റോടുന്ന, പിന്നാക്കം പോകുന്ന, പിന്തിരിഞ്ഞോടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല പ്രഗത്ഭരായ ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യു ജംഇൻ, ഏതാണ് ഈ സംഘം? ഈ ജയിക്കുന്ന സംഘം ഏതാ? തോൽക്കുന്ന സംഘം ഏതാ? തോറ്റോടുന്ന സംഘം ഏതാണ്? വിജയിക്കുന്ന വിഭാഗം ഏതാണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കണ്ടു, വറആ കൈഫ ഹുസിമ ജംഉൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ ആ വലിയ സംഘം, 1000-ഓളം വരുന്ന ആളുകൾ 313 ആളുകളോട് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് എതിരിട്ട് വിജയിക്കാൻ സാധിക്കാതെ തോറ്റോടിയ കഥകളുണ്ടല്ലോ, ആ കഥകൾ അവർ നേരിട്ട് കണ്ടു. വിജയത്തിന്റെ ഒരു കഥ അവർ കണ്ടു. അന്ന് അവർ പറഞ്ഞു, നാം യാ റബ്ബ്, ശരിയാണ് രക്ഷിതാവേ, സയ്യുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, സംഘങ്ങൾ വലിയ വലിയ
എല്ലാവിധത്തിലുള്ള സന്നാഹത്തോടു കൂടിയും വന്ന ആളുകളൊക്കെ ഇതാ ഇവിടെ പിന്തിരിഞ്ഞോടിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നവർ പറഞ്ഞു. അവരാരായിരുന്നു ഓടിയത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രക്കാരാണ്, കുടുംബക്കാരാണ്, ഖുറൈശ് ഗോത്രമാണ്. അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും, ഗോത്രക്കാരും കുടുംബക്കാരും ഒക്കെ ആയിരുന്നിട്ടും അവിശ്വാസികളായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകാതെ, വിശ്വാസികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അവർ തകർച്ചയെ നേരിട്ടു, തോറ്റോടേണ്ടി വന്ന കഥകൾ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ വേറെ ചില സമയത്ത് പരാജയങ്ങൾ ഉണ്ടായി, വിശ്വാസികൾക്ക് പരാജയങ്ങൾ ഉണ്ടായി. എവിടെയാണ് ഉണ്ടായത്? ചെറിയ വിഷയങ്ങളിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചപ്പോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതേതാ? ഉഹുദിന്റെ ചരിത്രം നമുക്കറിയാം. ജബലുർ റുമാത്തിൽ ഏതാനും അമ്പെയ്ത്തുകാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തിയിരുന്നു. ആ ആളുകൾ മലമുകളിൽ, ജബലുർ റുമാത്തിന്റെ ആ മലമുകളിൽ നിർത്തിയ അമ്പെയ്ത്തുകാർ താഴെ ഇറങ്ങി വന്ന് യുദ്ധം ജയിച്ച് ഗനീമത്ത് സ്വത്തുക്കൾ സ്വരൂപിക്കുന്ന സഹാബത്തിനെ കണ്ടപ്പോ അങ്ങോട്ട് ഇറങ്ങി വന്ന ഇത് കാരണം ആ യുദ്ധത്തിൽ പരാജയമുണ്ടായി. മറ്റൊരു ഭാഗത്തൂടെ ശത്രുക്കൾ വീണ്ടും വന്ന് പ്രവാചകനെയും സഹാബത്തിനെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു അവസരങ്ങൾ ഉണ്ടായതായി നമുക്കറിയാം. അപ്പൊ ഇവിടെ റസൂൽ അവരിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെറിയ ഒരു വിഷയത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചപ്പോൾ അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, റസൂൽ ജീവിച്ചിരിക്കാത്ത ഈ കാലഘട്ടത്തിൽ റസൂലിനെ വല്ലാതെ ധിക്കരിക്കുന്ന ആളുകളുണ്ടല്ലോ. ആ ധിക്കാരത്തിന്റെ ഫലമായി അവർക്ക് എന്താണ് സംഭവിച്ചുകൂടാത്തത്? ഈ സമൂഹത്തിൽ എന്താണ് സംഭവിച്ചുകൂടാത്തത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യ വിജയം വിശ്വാസികൾക്ക്, പിന്നീട് പരാജയമുണ്ടായ ഒരു രംഗമുണ്ടായി. ഇനി നമ്മൾ ഹുനൈൻ യുദ്ധത്തെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാകും. വയോമ ഹുനൈനിൻ ഇത് അഅജബതുക്കും കസ്റതുക്കും ഫലൻ തുഗ്നി അൻകും ശൈആ വളാഖത് അലൈക്കുമുൽ അർളു ബിമാ റഹ്ബത്. സൂറത്ത് തൗബയിൽ ഈ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഹുനൈൻ ദിവസത്തിൽ ഏതാണ്ട് 10,000 ആളുകൾ മദീനയിൽ നിന്നും 2,000 ആളുകൾ മക്കത്ത് നിന്നുമുള്ള വലിയൊരു സംഘമായിട്ടാണ് ആ ഇസ്ലാമിനെതിരെ പടയൊരുക്കം നടത്തിയ ഹവാസിൻ, സഖീഫ് ഗോത്രങ്ങൾക്കെതിരായിട്ട് അവർ പുറപ്പെടുന്നത്. ഹവാസിൻ, സഖീഫ് ഗോത്രക്കാർ യഥാർത്ഥത്തിൽ 4,000 പേർ മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളാണെങ്കിൽ 12,000 ആളുകളുണ്ട്. എന്നാൽ അതിൽ ഒരുപാട് മുനാഫിക്കുകളായ ആളുകളും അതേപോലെ ഗനീമത്ത് സ്വത്ത് ആഗ്രഹിച്ചു വന്ന ആളുകളും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് പരാജയം നേരിട്ടു. അവരുടെ ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് തോന്നിയ ആ ഘട്ടത്തിൽ അവർ പരാജയപ്പെട്ടു. ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു, ആളുകളൊക്കെ തോറ്റോടി. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഭയങ്കര ഒച്ചയായിരുന്നു. അങ്ങനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആളുകളൊക്കെ തിരിച്ച് രണ്ടാമതും വന്നു. അങ്ങനെ അവസാനം യുദ്ധം വിജയിക്കുക. അപ്പൊ ഇടയ്ക്ക് പരാജയവും പിന്നീട് വിജയവും ഉണ്ടായ ഘട്ടങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയിട്ടുണ്ട് എന്നാണ്. പൂർണ്ണ വിജയം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തിൽ വിജയവും അവസാനത്തിൽ പരാജയവും സംഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് പരാജയവും പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോ വിജയവുമൊക്കെ ഉണ്ടായ ചരിത്രങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാ അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം വിശ്വാസികളെ സഹായിക്കുമെന്ന, അവർക്ക് വിജയമുണ്ടാകുമെന്ന, വിജയം സുനിശ്ചിതമാണ് എന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ വിജയം സംഭവിക്കുന്നത് പല നിലക്കുമാകാം. അവരുടെ കൺമുന്നിൽ നേരിട്ടവർക്ക് കാണാവുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് പരലോകത്തിലേക്ക് നീട്ടിവെക്കുന്ന അവസരങ്ങളും ഉണ്ടാകാം, അവസ്ഥകളും ഉണ്ടാകാം. ഈ ഫത്ഹ് എന്ന് പറയുന്നതിന് അങ്ങനെ തീരുമാനത്തിന്റെ ദിവസത്തിൽ കിട്ടുന്ന ഒരു കൃത്യമായ തീരുമാനം എന്നും കൂടെ അതിലുണ്ടല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോ യുദ്ധത്തിന്റെ യാത്രകൾ കഴിഞ്ഞു വരുമ്പോ അതേപോലുള്ള യാത്രകളൊക്കെ കഴിഞ്ഞു വരുമ്പോ ഇതാ ഖഫല റജ എന്ന് പറഞ്ഞാൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഔ ഹജ്ജിൻ ഔ ഉംറത്തിൻ, ഉംറ കഴിഞ്ഞിട്ടോ ഹജ്ജ് കഴിഞ്ഞിട്ടോ യുദ്ധം കഴിഞ്ഞിട്ടോ ഒക്കെ തിരിച്ചു വരുന്ന ആ യാത്രകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ചെയ്യാറുണ്ടായിരുന്നത് അറിയോ? തിരിച്ചെത്താൻ നേരത്ത് റസൂൽ സലാസ തക്ബീറാത്തിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുമായിരുന്നു. അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല, നിനക്ക് പങ്കുകാരനില്ല, അവനാണ് അല്ലാഹുവേ, നിനക്കാണ്, നീയാണ്, നിനക്കാണ് എല്ലാവിധ അധികാരങ്ങളും എല്ലാവിധ സ്തുതികളും, എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബേ നീ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാറുണ്ടായിരുന്ന വാക്ക് ആയിബൂൻ, തായിബൂൻ, ആബിദൂൻ, സാജിദൂൻ, റബ്ബിന ഹമിദൂൻ എന്ന. പിന്നെ അവര് പറയും, പിന്നെ റസൂലിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ. മടങ്ങുന്നവരും പാശ്ചാത്തപിക്കുന്നവരും ആരാധിക്കുന്നവരും ഞങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നവരുമാണ് ഞങ്ങൾ. ഞങ്ങൾ മടങ്ങുക, ഒരു വിജയം കഴിഞ്ഞ്, ഒരു യാത്ര കഴിഞ്ഞ്, ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾ വരിക. ആയിബൂന, തായിബൂന, ആബിദൂന, സാജിദൂന, റബ്ബിന ഹാമിദൂൻ. നമ്മൾ സാധാരണ യാത്രക്ക് ഉള്ള ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ യാത്ര മടങ്ങുമ്പോ അവസാന സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയേണ്ട പദങ്ങൾ ഇതാണ് കൂടെ എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് അതിന് ബാക്കി ഇങ്ങനെ പറഞ്ഞത് സദഖല്ലാഹു വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സദഖല്ലാഹു വഅദ, അള്ളാഹുവിന്റെ വഅദാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞ സത്യ. വനസറ അബ്ദ, അള്ളാഹു അവന്റെ അടിമയെ സഹായിച്ചിട്ടുണ്ട്. വഹസമൽ അഹ്സാബ വഹദ, അള്ളാഹു ഒരുപാട് സംഘങ്ങളെ, യുദ്ധത്തിന് ഒരുങ്ങി വന്ന മുസ്ലിങ്ങൾക്കെതിരെ പുറപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സത്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോ പറയുമായിരുന്നു എന്ന. അപ്പൊ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു പറഞ്ഞ ആ വാക്ക് സത്യമാണ്, വിജയം തരും എന്ന് പറയുന്ന ആ വിജയം ശരിക്കും സംഭവിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തിക്കനുസരിച്ച് എന്ന് പറയാ. ആ ഫത്ഹിന്റെ ഒരർത്ഥ നമ്മൾ കണ്ടത് ഇവിടെ. ഫത്ഹൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുന്ന രംഗങ്ങൾ. ഒരുപാട് ഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾക്കുണ്ടായ വിജയം, ഇനിയും അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകും. ആ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്നതിലേക്കുള്ള സൂചനകളോടെയാണ് നമ്മൾ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോകുന്നത്. വേറെ ചില ഫത്ഹുകളുണ്ട്, വേറെ ചില തുറവികളുണ്ട്, തുറക്കലുകളുണ്ട്, ചില കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുന്നതുണ്ട്. എന്താണെന്നറിയോ? വലവന്ന ഹിലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു ഗ്രാമവാസികൾ മുഴുവനായി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, ഒരു ഗ്രാമത്തിലെ ആൾക്കാർ, കുറെ ആൾക്കാര് വിശ്വാസികളാണ്, സൂക്ഷ്മത പുലർത്തുന്നവരാ, എങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ബർക്കത്തുകൾ നാം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന. പടച്ചോന്റെ ബർക്കത്ത് എന്നത് സാധാരണ റഹ്മത്തിനേക്കാളും നിഅമത്തിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു പദ. നമുക്ക് റഹ്മത്ത് എന്ന് കേട്ടിട്ടുണ്ട്, പടച്ചോന്റെ റഹ്മത്ത്. അതേപോലെ പടച്ചവന്റെ നിഅമത്ത് എന്ന് കേട്ടിട്ടുണ്ട്, അനുഗ്രഹം, കാരുണ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഒരു പക്ഷെ ബറക്കത്ത് എന്ന് പറയുന്നത്. അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ, വേറെ അനുഗ്രഹീതമായ ഏറെ തരത്തിൽ നമുക്ക് ആ ഒരു അനുഗ്രഹം ലഭിച്ചാൽ അതുകൊണ്ട് നമുക്ക് വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങൾക്കാണ് ബറക്കാത്ത് എന്ന് പറയാ. അപ്പൊ നമ്മള് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്ന് പറയുമ്പം ആ ഭക്ഷണം കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് നമുക്ക് കഴിച്ചാൽ അത് നമുക്ക് മതിയായതായി തോന്നാം. നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വയറ് നിറഞ്ഞില്ല എന്ന് തോന്നുന്നു, അപ്പൊ ബറക്കത്തില്ല എന്ന് പറയും. നമുക്ക് കുറച്ച് ഭക്ഷണമേ ഉള്ളൂ, എങ്കിൽ കുറെ ആളുകൾ ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചപ്പോ, സന്തോഷത്തോടു കൂടി കഴിച്ചപ്പോ വയറ് നിറഞ്ഞു എന്ന് തോന്നുമ്പോ നമുക്ക് അതിൽ ബറക്കത്തുണ്ട് എന്ന് തോന്നില്ലേ? അതിലൊക്കെയാണല്ലോ ബറക്കത്ത് എന്ന് പറയാ. അപ്പൊ ഏതായിരുന്നാലും ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിന്റെ ബറക്കത്ത് തുറന്നു കിട്ടുന്നതിന് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വിശ്വാസികളാവുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. വിശ്വാസത്തിനെതിരായി, സൂക്ഷ്മതക്കെതിരായി ആളുകൾ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ബാധ്യത എന്നുള്ള നിലക്ക് നിങ്ങൾ അത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? കൈകൊണ്ടോ
നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ ചെയ്യാൻ സാധിക്കെങ്കിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോ ഉണ്ടാകുന്ന ഒരു ഗുണം പടച്ചോന്റെ ബർക്കത്ത് കിട്ടും. പിന്നെ വേറൊരു തുറവി, വേറൊരു ഫത്ഹ്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ. ചില ആളുകൾ അവരോട് ഓർമ്മിപ്പിക്കപ്പെട്ട, ഉത്ബോധനം ചെയ്യപ്പെട്ട, അവര് പല തരത്തിലും റിമൈൻഡ് ചെയ്തിരുന്നു, പല രൂപത്തിലും അവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി അവരുടെ ജീവിതത്തിലേക്ക് രോഗം മുഖേന കടന്നു വന്നു, അനുഗ്രഹം മുഖേന കടന്നു വന്നു, അവരുടെ പല പാഠങ്ങളായി അവരെ പഠിപ്പിച്ചെടുത്തു, അവരോട് പറയപ്പെട്ടു, അവർ കേട്ടു, പലതും സംഭവിച്ചു. അങ്ങനെ പല നിലക്കും അവരെ ഓർമ്മപ്പെടുത്തിയിട്ടും ഫലമ്മാനസു, അവർ മറന്നു. ഒക്കെ മറക്കുക, ബോധപൂർവം മറക്കുക. അങ്ങനെ മറന്നുകൊണ്ട് അവർ ജീവിച്ചപ്പോ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും ഡോർ അവർക്കാണ് തുറന്നു കൊടുത്തു. എല്ലാ കാര്യങ്ങളുടെയും ഡോറാണ് തുറന്നു കൊടുത്തു. കളിക്കണോ, കുടിക്കണോ, ആയിക്കോട്ടെ, ജീവിതത്തിൽ മതോന്മുക്തരായി ജീവിക്കണോ, വേണ്ട, ഒക്കെ എല്ലാറ്റിനും സൗകര്യങ്ങളുണ്ട്. ഒന്നിനും ഒരു മുടക്കുമില്ല, ആരും ചോദിക്കാനില്ല, പറയാനില്ല. എന്നോടാരെ ചോദിക്കാന്, എന്നോടാരെ ഇതൊക്കെ പറയാന്, എന്നോടാരെങ്ങനെ നിർദ്ദേശം തരാന്, എന്റേതല്ല ഇതൊക്കെ. അങ്ങനെ സ്വസ്ഥമായി സുഭിക്ഷമായി സൗകര്യത്തോടു കൂടി ഒന്നിനെയും പേടിക്കാതെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പൊ രണ്ടു തരത്തിലുള്ള തുറവികളാ, രണ്ടും തുറന്നു കൊടുത്തിരിക്കുന്നു അള്ളാഹു. എല്ലാറ്റിന്റെയും വാതിലെ തുറന്നു കൊടുത്തിരിക്കുന്നു. ഇവിടെ നേരത്തെ ആകാശഭൂമികളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാതിലുകൾ വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസികളുടെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് തുറന്നു കൊടുക്കപ്പെട്ടതുപോലെ അല്ല ഇവിടെ തുറക്കപ്പെട്ടത്. ഇവിടാണ് തുറന്നു കൊടുത്ത. പിന്നെ തെളിക്കുമ്പോ ഇതുപോലെ പോകുന്നില്ലെങ്കിൽ പോകുന്നിടത്തേക്ക് തെളിച്ചങ്ങനെ കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ രണ്ടു തരത്തിലുള്ള തുറവികൾ കാണുന്നു, രണ്ടു തരത്തിലുള്ള ഫത്ഹുകൾ കാണുന്നു, ഓപ്പണിങ് കാണുന്നു. ഏതെങ്കിലും ഒരു തുറവി വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അഹങ്കരിക്കാതെ, നിഗളിക്കാതെ ആലോചിക്കുക. ഇത് അനുകൂലമാണോ പ്രതികൂലമാണോ? വിണ്ണിലും മണ്ണിലും അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടുകയാണോ? നന്മയായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണോ എൻ്റെ ജീവിതത്തിൽ ഈ തുറവികൾ ഓരോന്നോരോന്നോരോന്നായി ഞാൻ മുട്ടുന്ന വാതിലുകൾ മുഴുവനും തുറന്നു വരുന്നത്? ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് പൊന്നു വിളയിക്കാൻ സാധിക്കുന്നത് എന്ന് ഓരോരുത്തരും ആലോചിക്കുക. അല്ലെങ്കിലും എന്തിനാ നമ്മൾ അവസാനമായി ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ട കാര്യമെന്നറിയോ? എങ്ങനെയാ ചിന്തിക്കേണ്ടെന്നറിയോ? യജമാനൻ തന്നെ എന്തിന് കെട്ടിയിട്ടു, എന്തിനഴിച്ചു വിട്ടു എന്നറിയാൻ വേണ്ടി ശ്രമിക്കുക. എന്തിനാ എന്നെ കെട്ടിവിട്ടത്, കെട്ടിയിരുന്നത്? എന്തിനാ എന്നെ അഴിച്ചു വിട്ടത്? കെട്ടിയിട്ടപ്പോ ലക്ഷ്യമുണ്ടായിരുന്നു, അഴിച്ചു വിട്ടപ്പോൾ ഇപ്പോഴും ലക്ഷ്യമുണ്ട്, ഒരുപാട് ഉദ്ദേശമുണ്ട് യജമാനെ സംബന്ധിച്ചിടത്തോളം. എന്നെങ്കിലും ആലോചിക്കുവാനുള്ള ഒരു കൊച്ചു ബുദ്ധിയെങ്കിലും ഇത്തരത്തിലുള്ള ഫത്ഹുകൾ കാണുമ്പോ വേണമെന്ന ആയത്തിന്റെ അവസാന ഭാഗത്ത് ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. വിശ്വാസികളെ ചുറ്റിക്കാമെന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചേ. ആളെ കുഴക്കിക്കളയാം. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾക്ക് എന്നാ ഒരു തുറവി ഉണ്ടാകാൻ പോകുന്നത്, വിജയം ഉണ്ടാകാൻ പോകുന്നത്? എന്നാണ് ഈ തീരുമാനത്തിന്റെ ദിവസം എന്ന് പറയുന്നത്? കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നു പറഞ്ഞല്ലോ. എന്നാ തീരുമാനിക്കപ്പെടുന്നത്? ആ ചോദ്യം പൂർണ്ണമായി അവഗണിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ്. വേറൊരു ആയത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചേ, പ്രവാചകരെ ഈ ചോദ്യത്തിന് ഉത്തരം എന്നോണം പറഞ്ഞേക്കുക. യജ്മഉ ബൈനനാ റബ്ബുനാ, നമ്മൾക്കിടയിൽ പടച്ചവൻ ഒരു തീരുമാനമുണ്ടാക്കി നമ്മളെല്ലാരെയും കൂടെ സമ്മേളിപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ്, എന്നിട്ട് നമുക്കിടയിൽ സത്യമേതാണോ ആ സത്യത്തിന് വേണ്ടി തീരുമാനങ്ങൾ ഉണ്ടാകുന്ന, ആ സത്യത്തിന്റെ നേരെ, സത്യത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് അവരോട് പറഞ്ഞേക്കൂ എന്നാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്.
ആയത്ത് മൊത്തത്തിൽ അവസാനത്തിൽ നമുക്ക് നിർവഹിക്കുക. പിന്നെ ഏതായിരുന്നാലും നമ്മളിപ്പോ അടുത്ത ആയത്തിലേക്ക് പോവുകയാണ്. അടുത്ത ആയത്തൊന്ന് കേൾക്കാം. ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും വലാ ഹും യുൻദറൂൻ. ഖുൽ പറയുക. ഒരു ചോദ്യം ചോദിച്ചല്ലോ. ചോദ്യം ചോദിച്ചെന്താ? യൗമുൽ ഫത്ഹ് തീരുമാനത്തിന്റെ ദിവസം എന്നാന്ന് ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇങ്ങനെയാ പറയേണ്ടത്. എന്താ പറയേണ്ടത്? അവിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ആ തീരുമാനത്തിന്റെ ദിവസം തങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല, അവർക്ക് അവധി നൽകപ്പെടുകയുമില്ല. അവിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ആ തീരുമാനത്തിന്റെ ദിവസം തങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല, അവർക്ക് അവധി നൽകപ്പെടുകയില്ല. എന്താ വേണ്ടത് ഇവർക്ക്? അതിന് ഉത്തരം കിട്ടണം. എന്നാ തീരുമാനത്തിന്റെ ദിവസം ഉത്തരം കിട്ടണം. മറുപടി എന്താ കൊടുക്കേണ്ടത്? തീരുമാനത്തിന്റെ ദിവസം എന്തായാലും ഉണ്ടാകും. പക്ഷെ തീരുമാനത്തിന്റെ ദിവസവും നിങ്ങൾ വിചാരിക്കും വിശ്വസിച്ച് കളയാന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് അന്ന് വിശ്വസിക്കാന്ന് വിചാരിക്കും. ലാസ്റ്റ് ഡേയിലുണ്ടല്ലോ, അവസാന ദിവസം ഉണ്ടല്ലോ, അവസാന സന്ദർഭത്തിലുണ്ടല്ലോ, അന്ന് പോയിട്ടാണ് വിശ്വസിച്ച് കളയാ എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് കാര്യമല്ല കേട്ടോ. വലാഹും യുള്ളറൂൻ. ഇനി അവസാന ദിവസം നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ട് അന്ന് നിങ്ങൾക്ക് തോന്നുക കുറച്ചും കൂടെ ദിവസം കിട്ടിയിരുന്നെങ്കിൽ സുഖമായിട്ട് പോകാൻ, ഞങ്ങൾ ജീവിച്ചോളാം, അല്ലെങ്കിൽ ഈമാനോടുകൂടി ജീവിച്ചോളാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനും കഴിയില്ല. അത് രണ്ടിനും കഴിയില്ല എന്നാ പറഞ്ഞേ. അപ്പൊ അല്ലദീന കഫറൂ നീട്ട വലാഹും യുൻദറൂൻ. ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉ അല്ലദീന കഫറൂ ഈമാനുഹും لا ينفع الذين كفروا إيمانهم ولا هم ينظرون. قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون. ഓക്കെ, അതിന് വാക്കിന്റെ അർത്ഥം നോക്കുക. കുൽ, നബിയെ പറയുക, യൗമൽ ഫത്ഹി, ആ തീരുമാനത്തിന്റെ ദിവസം, ലാ യൻഫഉ പ്രയോജനമുണ്ടാവുകയില്ല, അല്ലദീന കഫറു അവിശ്വസിച്ചിരുന്ന ആളുകൾക്ക്, ഈമാനുഹും തങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട്, വലാഹും യുൻദറൂൻ അവർക്ക് അവധി നൽകപ്പെടുകയുമില്ല. അവിടെ ലാ യുൻദറൂൻ നദറുണ്ടാവില്ല. അന്തറ എന്ന് പറഞ്ഞാൽ ജലസ, അന്തറ എന്ന് പറഞ്ഞാൽ അഖറഹു വഅംഹലഹു, അവൻ അവധി കൊടുത്തു, താമസിപ്പിച്ചു, കുറെ കൂടെ സൗകര്യങ്ങൾ കൊടുത്തു എന്നാണ്. നളറ എന്നാണ് വാക്കിന്റെ അർത്ഥം. നദറുൻ, നമ്മളെ നദർ കാണുക, ബസർ റുയ്യത്ത് എന്നർത്ഥം എന്ന വാക്കിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഇന്തറ എന്തതിറു എന്നുള്ള വാക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കൂടി വിശദീകരിക്കാം. അപ്പൊ ഏതായിരുന്നാലും വലാഹു യുൻദറു എന്ന് പറഞ്ഞാൽ അവർക്ക് അവധി നൽകപ്പെടുകയില്ല. ഒന്നുകൂടെ കുൽ പറയുക, യൗമൽ ഫത്ഹി തീരുമാനത്തിന്റെ ദിവസം, ലാ യൻഫഉ പ്രയോജനമുണ്ടാവുകയില്ല, ഉണ്ടാവില്ല, പ്രയോജനം ഉണ്ടാവില്ല, അല്ലദീന കഫറു അവിശ്വസിച്ച ആളുകൾക്ക്, ഈമാനുഹും തങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട്, വലാഹും യുൻദറൂൻ അവർക്ക് അവധി നൽകപ്പെടുകയില്ല. അപ്പൊ തീരുമാനത്തിന്റെ ദിവസം രണ്ട് കാര്യം ഉണ്ടാവില്ല. ഒന്ന്, അവർക്ക് പിന്നെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഉപകാരം ഉണ്ടാവില്ല. അതേപോലെ അവർക്ക് അവധി നൽകപ്പെടില്ല. യൗമൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ തീരുമാനത്തിന്റെ ദിവസം, അത് ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഖിയാമത്ത് നാളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ വേറെ കുറെ വാക്കുകൾ ഖിയാമത്ത് നാളിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതെന്തൊക്കെയാണ് നോക്കാം. യോമൽ ഫസ്ല് എന്ന് ഇതേ അർത്ഥത്തെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. യോമൽ ഫത്ഹിന് യോമൽ ഫസ്ല് എന്ന് അതേ അർത്ഥമുണ്ട്. അന്നല്ലാഹി യഫ്സിലു ഫീ ഹാദൽ യൗം, യഫ്സിൽ തീരുമാനമുണ്ടാക്കുന്ന ദിവസം. വേറൊരു യോമൽ ഖിയാമ എന്നുണ്ട്, യോമൽ ആഖിർ എന്നുണ്ട്, യോമൽ ആസിഫത്ത് എന്നുണ്ട്, യോമൽ തആബ് എന്നുണ്ട്, യോമൽ ബഅസ് എന്നുണ്ട്, അസ്സാഅത്ത് എന്നുണ്ട്, യോമൽ ഖുറൂജ് എന്നുണ്ട്. ഇനിയും കുറെ വാക്കുകൾ ലോക അവസാനത്തെ സംബന്ധിച്ച് ഒക്കെ സൂചിപ്പിച്ച പദങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ അർത്ഥമാണ് ഉള്ളത്. യോമൽ ഫത്ഹ്, യോമൽ ഫസ്ല് എന്നൊക്കെ പറയുന്നത് തീരുമാനത്തിന്റെ ദിവസം എന്നാണ്. യോമൽ ഖിയാമ എന്ന് പറഞ്ഞാല് ആളുകളൊക്കെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദിവസം, ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന ദിവസം, ആളുകളുടെ മുമ്പിൽ വേറെ കുറെ ആളുകൾ വന്ന് അവർക്ക് വേണ്ടി സാക്ഷി പറയാൻ വേണ്ടി നിൽക്കുന്ന ദിവസം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോമുൽ ആഖിർ എന്ന് പറഞ്ഞാല് ഈ ലോകത്തെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ്, ഏറ്റവും അവസാനത്തെ കാലാണ്.
യോമുൽ ആസിഫത്ത് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഇതാ അടുത്ത് ഇങ്ങോട്ട് എത്തിയിരിക്കുന്ന ദിവസമാണ്. യോമു തഹാബ് എന്ന് പറഞ്ഞാല് പിന്നെ സ്വർഗത്തിലെ നരകത്തിലെ ആൾക്കാരൊക്കെ നേരത്തെ സ്ഥലമാണ് നേരത്തെ തന്നെ അവിടെ പിന്നെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. അങ്ങനെ ഈ വാക്കുകൾക്കൊക്കെ പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ഇതിലുള്ളത് ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും. അതിന് ആൻസർ പറയേണ്ട ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും. കാഫറുകൾക്ക് അവരുടെ ഈമാന് ഉപകാരപ്പെടൂല. ആ തീരുമാനത്തിന്റെ ദിവസം വന്നാൽ. എന്താ തീരുമാനത്തിന്റെ ദിവസം? ഇവിടെ ഒരു തീരുമാനത്തിന്റെ ദിവസം കേട്ടില്ലേ? ഫിറോവിന്റെ ഒരു ദിവസം കേട്ടിട്ടില്ലേ? അവസാന ദിവസം ചെങ്കടലിന്റെ നടുവിൽ കിടന്ന് അവിടെ മുക്കിക്കൊല്ലപ്പെടുന്ന ഒരു രംഗം ഉണ്ടായില്ലേ? അന്ന് അവൻ പറഞ്ഞു, ആലാമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാ, ബനൂ ഇസ്രായേല്യർ വിശ്വസിച്ച ഇലാഹിൽ ഞാൻ ഇതാ ഇന്ന് വിശ്വസിക്കുന്നു എന്നവൻ പറഞ്ഞു എന്ന്. അത് കേൾക്കാൻ പടച്ചവന് പറ്റുമല്ലോ. ആ പടച്ചവനാ പറയുന്നത്. അന്ന് അവൻ പറഞ്ഞു, അവൻ പോലും പറഞ്ഞു എന്ന്, ഫറോവ പോലും പറഞ്ഞു എന്ന്. കിങ്കരന്മാര് പലരും ഉണ്ടായിരുന്ന, വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്ന, ഇതാ കണ്ടില്ല താഴത്തൂടെ ഒഴുകി പോകുന്ന നദിയൊക്കെ എന്റേതാ, അവിടെ അപ്പുറത്ത് കാണുന്ന ആ പൂന്തോട്ടങ്ങളില്ലേ അതൊക്കെ എന്റേതാ, ഇവിടെ കാണുന്ന ഈ പ്രജകളൊക്കെ അല്ലേ അതൊക്കെ എന്റേതാ, പിന്നെ എന്റെ മുകളിൽ ആരാ ഉള്ളത്? ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ദൈവം എന്ന് ചോദിച്ച ഫറോവ അവസാനം വളരെ ദുർബലരായിരുന്ന ബനൂ ഇസ്രായേല്യർ അവരെ ചെങ്കടലിലെ നടുക്ക് വലിയൊരു നല്ല വഴിയുണ്ടാക്കി അതിലൂടെ കിടത്തി അപ്പുറത്തേക്ക് കിടത്തിവിട്ട് അങ്ങനെ കടന്നു പോകുമ്പോ ആ വഴിയിലൂടെ തന്നെ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അവരെ പിടികൂടാമെന്ന് വിചാരിച്ച് കടന്നു വന്ന ആ ഫറോവക്ക് എന്താ സംഭവിച്ചത്? അവൻക്ക് കൊല്ലപ്പെട്ടപ്പോ എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞു എന്താ? ഞാൻ വിശ്വസിച്ചു. അതിന് ഖുർആൻ ഒരു മറുപടി പറഞ്ഞു, അള്ളാഹു മറുപടി പറഞ്ഞു, ആലാൻ ഇപ്പോഴോ വഖദ് അസൈത ഖബൽ, നേരത്തെ നീ മുഴുവൻ ധിക്കാരം ചെയ്യായിരുന്നു, വകുന്ത മിനൽ മുഫ്സിദീൻ, നീ ഫസാദ് ചെയ്യുന്നവരുമായിരുന്നു. ഇപ്പോഴാണോ നീ വന്നത്? ഇതൊക്കെ ചെയ്യേണ്ട എപ്പോഴാന്നറിയോ? ഒക്കെ നേരത്തെ ചെയ്യണ്ടേ. മരണസമയത്ത് വിശ്വാസം സഹായിക്കുകയില്ല. ഇപ്പൊ നിന്റെ പോക്ക് ദൈവത്തിലേക്കാ, പടച്ചോന്റെ അടുക്കലേക്ക് പോകുന്ന ടൈമാ. നിന് പ്രവർത്തനത്തിനുള്ള സമയം കഴിഞ്ഞു, ആ ടൈം കഴിഞ്ഞു. നമ്മളെ ഈ ലോകത്തെ പറ്റി പറയാനുള്ളത് എന്താ? ഇത് പ്രവർത്തനത്തിന്റെ സമയം എന്നാണ്. നാളെ പരലോകത്തെ പറ്റി പറയാനുള്ളത് എന്താ? അത് കണക്കുകൾ നോക്കുന്നതിനുള്ള സമയ, ഇവാലുവേഷൻ നടത്തുന്നതിനുള്ള സമയാണ്. ആ സമയം ഇതാ വന്നിരിക്കുന്നു. ആ സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. ഏറെ പ്രതീക്ഷയോടും ഇഷ്ടത്തോടും കൂടെ സന്തോഷത്തോടു കൂടി നീ ജീവിതം അനുഭവിച്ച ഒരു നേരം ഉണ്ടായിരുന്നല്ലോ, അന്നേരാണ് വിശ്വാസം ഉണ്ടായിരുന്നത്. നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടാകേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇനി സമയമല്ല എന്ന് അവനോട് മറുപടി പറഞ്ഞു എന്നാണ്. അപ്പോ മാത്രല്ല, ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോ ഏതൊരാളോടും പറയാനുള്ള കാര്യം എന്താ അറിയോ? പടച്ചോന് ഇനി നിനക്ക് സമയം തരില്ല. വലാഹും യുൻദറൂൻ, അവധി നൽകപ്പെടുകയില്ല. കാരണം നിങ്ങളെ സൃഷ്ടിച്ച ആരാന്നറിയോ? നിങ്ങളെ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. നിങ്ങൾക്ക് ഇനി സമയം തന്നാൽ എന്താ സംഭവിക്കുക? ഇൻകേസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം തന്നു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കാന്നറിയോ? വലോറുദ്ദു ലആദു ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. അവരെ മടക്കപ്പെട്ടാൽ, അവരെ തിരിച്ചു പോകാൻ വേണ്ടി അനുവദിച്ചാൽ, ലആദു ലിമാ നുഹൂ അൻഹു, നേരത്തെ അവരോട് വിരോധിച്ച കാര്യങ്ങളൊക്കെ അവർ പലതും ചെയ്യുകയായിരുന്നു. അങ്ങോട്ട് തന്നെ പോവുക, പുതിയ വഴി കണ്ടെത്തിയൊന്നില്ല. നിങ്ങള് ഒരു ജീവിതത്തിൽ പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച് രണ്ടാമതൊരു ജീവിതം കൂടെ ചോദിച്ച് ആ ജീവിതത്തിലേക്ക് നിങ്ങൾ അഥവാ തിരിച്ചയക്കപ്പെട്ടാൽ തന്നെ നിങ്ങൾ തിരിച്ചു നടക്കുന്നത് നിങ്ങൾ പഴയ പോലെ തന്നെയാകും. വൈന്നഹും ലക്കാദിബു, നിങ്ങൾ കളവാ പറയാ. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാറുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ വല്ലാതെ ബുദ്ധിമുട്ടോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ പടച്ചവനോട് വല്ലാതെ ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ആടുന്നും കൊണ്ട് രക്ഷപ്പെട്ട് കടലിന്റെ തിരമാലകൾ കണ്ട്
വല്ലാതെ ഞാൻ കടലിലേക്ക് വീണു പോകും, എൻ്റെ ഈ കപ്പല് മുങ്ങിപ്പോകും എന്നൊക്കെ തോന്നുന്ന സമയത്ത് പടച്ചവനോട് താണ് കേണ അപേക്ഷിച്ച് അങ്ങനെ പറഞ്ഞ മനുഷ്യൻ കരയിലേക്ക് കൊണ്ടെത്തിയാൽ ഒറ്റയടിക്ക് നിറമാറുന്നതാണ്, ഒറ്റയടിക്കാൻ മാറിക്കളയുന്നു. ഇതാണ് മനുഷ്യന്റെ പൊതുവേ സ്വഭാവം എന്നാണ്. മനുഷ്യൻ അങ്ങനെ മറന്നു പോകുന്നവൻ. അപ്പൊ നിങ്ങളെ മടക്കിയാലും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ പോകുന്ന പഴയിലേക്ക് തന്നെ എന്ന് പറയുന്നുണ്ട് പടച്ച റബ്ബ്. അപ്പൊ അതാണ് നമ്മളെ ആയത്തിൽ നമ്മൾ കണ്ടത്. ആയത്ത് അവസാനം ഇൻഷാ അല്ലാഹ് എല്ലാം കൂടെ മൂന്നായത്തും കൂടെ നമുക്ക് നോതാം. ഇനി മൂന്നാമത്തെ ആയത്തിലേക്ക് പോകുന്നു. ഫഅരിദ് അൻഹും വൻതദിർ ഇന്നഹും മുൻതദിറൂൻ. ഫഅരിദ് അൻഹും വൻതദിർ ഇന്നഹും മുൻതദിറൂൻ. അവൻ അവഗണിച്ചേക്ക്. ഫഅരിദ് അൻഹും, അവഗണിച്ചേക്ക്, അവഗണിച്ചേക്ക്. നേരത്തെ പറഞ്ഞില്ലേ ഏറാദിനെ പറ്റി, നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചു മുമ്പ് പറഞ്ഞില്ല അതിന്. ഫമൻ അറള ഫമൻ അറള അൻ ദിക്രി ഫമൻ അദ്ലു മിമ്മൻ ദുക്കിറ ബിഹി സുമ്മ അറള അൻഹു എന്ന് പറഞ്ഞില്ലേ. ഉത്ബോധനം ചെയ്യപ്പെട്ടിട്ട് പിന്തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്ന് ചോദിച്ചില്ലേ. നിങ്ങൾ ജീവിതത്തിൽ മുഴുവനും നമ്മൾ അവഗണിച്ചുകൊണ്ട് കഴിയാണ്. അങ്ങനെയുള്ള നിങ്ങള് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുക, എന്നാ തീരുമാനത്തിന്റെ ദിവസം, എന്നാ നിങ്ങൾ പറയുന്ന വിജയം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കേണ്ടതല്ല. ഫഅരിദ് അൻഹും, അതിനാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. വൻതദിർ, കാത്തിരിക്കുകയും ചെയ്യുക. വൻതദിർ, ഇൻതദറ, കാത്തിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു നദറ എന്നുള്ള വാക്കുന്നുണ്ടായതാണ്. നദറ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബസർ എന്നാണ്, റൊയ്യത്ത് എന്നാണ്, കാഴ്ച എന്നാണ്. ഇൻതദറ എന്ന് പറഞ്ഞാല് ജലസ യർത്തഖിബു ഉസൂലഹു എന്നാണ്. ഒരാളെ വരവും കാത്തിരുന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഇൻതദറ എന്ന് പറയാ. മുൻതദിർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഫഅരിദ് അൻഹും വൻതദിർ, നീ അവരിന്ന് മേടിച്ചിട്ട് വൻതദിർ, കാത്തിരുന്നോ, കാത്തിരുന്നോളൂ. ഇന്നഹും മുൻതദിറൂൻ, അവരും കാത്തിരിക്കുക. അപ്പൊ രണ്ടു തരത്തിലുള്ള കാത്തിരിപ്പാ. ഒന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിന്റെയും ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് വരാം. ആ കാത്തിരിപ്പാണ് അറിയേണ്ടത്. ഓക്കെ, അതിന് വാക്കിന്റെ അർത്ഥം ഫഅരിദ്, അതിനാൽ നീ തിരിഞ്ഞു കളയുക, തിരിഞ്ഞു കളയുക. അരിദ് അൻഹും, അവരിൽ നിന്ന്, വൻതദിർ, കാത്തിരിക്കുകയും ചെയ്യുക. ഇൻതദറ, കാത്തിരുന്നു. ഉർഫത്തുൽ ഇൻതിദാർ എന്ന് പറഞ്ഞാല് കാത്തിരിക്കുന്ന മുറി അല്ലെ. ഇന്നഹും, തീർച്ചയായും അവർ, തീർച്ചയായും അവർ, ഇന്നഹും തീർച്ചയായും അവർ, മുൻതദിറൂൻ, കാത്തിരിക്കുന്നവരാണ്. മുൻതദിറൂന, അവർ കാത്തിരിക്കുന്നു. മുൻതദിറൂന, അവർ കാത്തിരിക്കുന്നവരാകുന്നു. ഫഅരിദ്, അതിനാൽ നീ തിരിഞ്ഞു കളയുക. അൻഹും, അവരിൽ നിന്ന്, വൻതദിർ, കാത്തിരിക്കുകയും ചെയ്യുക. ഇന്നഹും, തീർച്ചയായും അവർ, മുൻതദിറൂൻ, കാത്തിരിക്കുന്നവരാണ് എന്നാണ് അർത്ഥം. ഫഅരിദ് അൻഹും, ഫഅരിദ് അൻഹും, അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഫഖദ് ബല്ലഅഹും റസൂലുള്ളാഹി വഅൻദറഹും ലഖദ് ബശ്ശറഹും ബിൽ ജന്ന ലിമൻ ആമൻ വഹദറഹും അന്നാർ ലിമൻ കഫറ ഫലൻ യസ്മഉ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബലാഗ് ചെയ്തു, അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുത്തു, റിസാലത്ത് എത്തിച്ചു കൊടുത്തു, അവർക്ക് മുന്നറിയിപ്പ് നൽകി, അവർക്ക് സന്തോഷ വാർത്ത നൽകി, സ്വർഗത്തെ സംബന്ധിച്ച് നരകത്തെ സംബന്ധിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. വലൻ യസ്മഉ, അവർ തിരിഞ്ഞു കളഞ്ഞതാ, അവരെ അവഗണിച്ചു കളഞ്ഞ ധിക്കാരികളായ ചെയ്തത്. ഇനി നിഷേധത്തിന്റെ ഈ ധിക്കാരത്തിന്റെ തിക്തഫലം നാളെ പിറ്റേന്ന് അവർ അനുഭവിക്കാൻ പോവുക. അതുകൊണ്ടാണ് അവരെ അവഗണിക്കാൻ വേണ്ടി പറഞ്ഞത്. അൻതദിർ ഇന്നഹും മുൻതദിറൂൻ, തീർച്ചയായും കാത്തിരിക്കുക, അവരും കാത്തിരിക്കുന്നവരാ. അന്നക ഹീന തഖൂലു ലി സാഹിബി സൗഖാബിലു ഖദാ ഔ സഅഫ്അലു ലക കദാ വകദാ. നീ ഒരാളോട് പറയുന്നു വിചാരിക്കുക, നാളെ നിന്നെ ഇന്ന സ്ഥലത്ത് വന്ന് ഞാൻ നിന്നെ കണ്ടുമുട്ടിക്കോളാ എന്ന് പറഞ്ഞാൽ നാളത്തെ പറ്റിയിട്ട് നമുക്കറിയില്ല, എന്താ സംഭവിക്കാന്നറിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമുക്ക് അങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലതും ഉണ്ടായേക്കാം. ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഇന്നത്തെ അവസ്ഥ. എന്നാൽ ഇവിടെ വൻതദിർ എന്ന് പറയുമ്പോൾ, അള്ളാഹു നമ്മളോട് പറയുമ്പോൾ, പ്രവാചകനോട് പറയുമ്പോൾ പ്രതീക്ഷയുള്ള ഒരു കാത്തിരിപ്പാ. കാരണം അള്ളാഹുവിന്റെ മാറാത്ത തീരുമാന. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഹക്ക്, നിന്റെ വാഗ്ദാനം സത്യമാണ് പടച്ചോനെ, നിന്റെ കരാറ് സത്യമാണ് പടച്ചോനെ. നീ പറഞ്ഞ കാര്യം
അത് യാഥാർത്ഥ്യമാണ്. നിന്റെ പ്രവാചകൻ സത്യമായതുപോലെ, നിന്റെ ഖുർആൻ സത്യമായതുപോലെ നിന്റെ കരാറുകളും നിന്റെ വാക്കുകളും ഒക്കെ സത്യം തന്നെയാണ് എന്നാണ് നമ്മൾ പറയാറുള്ളതല്ലോ. അപ്പൊ നമുക്ക് വന്തതിർ എന്ന് പറയുമ്പോ പ്രതീക്ഷയുള്ള ഒരു കാത്തിരിപ്പ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് ആരാ? പടച്ചവനാ, ജഗതിയന്താവായ, സർവപരിപാലകനായ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറിയുന്നവനായ പടച്ച റബ്ബാണ് വന്തതിർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കാത്തിരിക്കുക. അവിശ്വാസികൾ പലപ്പോഴും കാത്തിരുന്ന് എന്താ അറിയോ? ഇന്നഹും മുന്തതിറൂൻ, അവർ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അവരെന്താ കാത്തിരുന്നറിയോ? അതല്ല, മുഹമ്മദ് ഒരു കവിയാണ്, അവന് കാലവിപത്ത് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. കാലത്തിന്റെ യവനികക്കുള്ളിൽ മരണമെന്ന വിപത്ത് വന്ന് അവനില്ലാതാകും, പിന്നെ അവന്റെ പ്രസ്ഥാനം ഇല്ലാണ്ടാകും, പിന്നെ അവന്റെ ആശയങ്ങളും ഇല്ലാതാകും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അവരെ നശിപ്പിക്കാൻ വളരെ എളുപ്പാ. ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തെ മുഴുവനായി ഉന്മൂലനം ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിലൊക്കെ, നമ്മുടെ രാജ്യത്തൊക്കെ. പക്ഷേ ഈ അജയ്യമായ ആശയത്തിന്റെ പിൻബലത്താൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്, തറബസു, കാത്തിരുന്നോളൂ, ഫൈനി മഅക്കും, ഞാനും നിങ്ങളുടെ കൂടെ മിനൽ മുത്തറബ്ബിസീൻ. ആ ഒരു ശുഭപ്രതീക്ഷയിൽ, നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, എവിടെയെങ്കിലും കാല യവനികക്കുള്ളിൽ മറ്റേ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ സാധിച്ചേക്കാം എന്ന നിങ്ങളുടെ ആ മൂഢസങ്കല്പങ്ങളുണ്ടല്ലോ, ആ മൂഢസങ്കല്പങ്ങളൊക്കെ അസ്ഥാനത്താണ് കേട്ടോ, നടക്കാൻ പോകുന്നില്ല എന്ന് അവരോട് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ അവരോട് പറയുന്നത് കുൽ ഹൽ തറബ്ബസൂന ബിന, ഞങ്ങളെ കാത്തിരിക്കുക, ഞങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്ത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ അക്രമങ്ങളിലോ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഒരു സംഘത്തിന്റെ അറ്റാക്കൊക്കെ നേരിട്ട് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇല്ലാതായി പോകുമെന്ന മൂഢധാരണയാണ് നിങ്ങൾക്ക്. നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇല്ലാ ഇഹ്ദൽ ഹുസ്നയൈനി, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അറിയോ? രണ്ടാലൊന്ന്. ആ രണ്ടായാലും അത് വളരെ നന്മ നിറഞ്ഞ, വളരെ പ്രതീക്ഷാ നിർഭരമായ രണ്ടിലൊന്നേ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. ഒന്നുകിൽ എന്താണെന്നറിയോ? ഒന്നുകിൽ ശക്തമായിട്ട് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും, ശക്തമായിട്ട് ഞങ്ങൾ വിജയിക്കും. ആ വിജയം സുനിശ്ചിതമാണ് അള്ളാഹുവിന്റെ വാക്കുകളിൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാതെ വെച്ചോ? മരണം സംഭവിച്ചിട്ടുണ്ട്, ബദറിൽ ഷഹീദായിട്ടുണ്ട്, ഉഹുദിൽ ഷഹീദായിട്ടുണ്ട്, ഹുനൈനിൽ ഷഹീദായിട്ടുണ്ട്. പല രംഗങ്ങളിലും ആത്യന്തികമായ മരണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ മരണം എന്ന് പറയുന്നത് ശാശ്വതമായ ആനന്ദ ജീവിതം ഉറപ്പു നൽകുന്ന രക്തസാക്ഷ്യമാണ്. എന്താണത്? ആ മരണം എന്ന് പറയുന്നത് ശാശ്വതമായ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം നിറഞ്ഞ, രക്തസാക്ഷികളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ആ ഒരു കാര്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആയത്തിന്റെ അവസാനത്തിൽ. ഇവിടെ നമ്മൾ കണ്ടത് 3 ആയത്തിലും കൂടെ നമ്മൾ കണ്ട എന്താ അറിയോ? ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്, നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട സമയം കിട്ടും വിചാരിക്കുന്നു. പൊതുവെ ധൃതിക്കാരനായ മനുഷ്യന്റെ ഒരു ചോദ്യം അവിടെ, എപ്പോഴായി ഫത്ഹ്, എപ്പോഴായി വിജയം, എപ്പോഴായി അയ്യാന മുർസാഹ, എന്നാ ഖിയാമത്ത് നാൾ ഉണ്ടാകാൻ പോണേ, എന്നാ നിങ്ങൾ പറയുന്നത് വിജയം ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പൊ ഭയങ്കര ധൃതിക്കാരനായ മനുഷ്യനെന്നാ. നന്മക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവനോട് വല്ല പ്രവാചകന്മാരും വന്ന് നിങ്ങൾക്ക് ഇന്നാലിന്ന ശിക്ഷകളൊക്കെ വരാൻ പോവുകയാണെന്ന് പറഞ്ഞാലും അതും എന്നാ ഒന്ന് കാണട്ടെ എന്ന് പറയുന്ന സ്വഭാവം മനുഷ്യനുള്ളതെന്നാണ്. അൽ അജലത്തു മിന ശൈത്താൻ എന്നാണ്, പൈശാചികമാണ് ഇത്തരത്തിലുള്ള ധൃതികൾ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. എന്നാലും കൂട്ടത്തിൽ സന്ദർഭത്തിൽ ഒരു കാര്യം പറഞ്ഞു പോട്ടോ. 5 കാര്യങ്ങൾക്ക് ധൃതി വേണം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ. 5 കാര്യങ്ങൾക്ക്. 1 ഇത്ആമുത്തആം, ഭക്ഷണം നൽകാൻ. പാവപ്പെട്ടവരെ, ഫക്കീറുകളെ, ഭക്ഷണത്തിന് ആവശ്യമുള്ളവരെ, സഹായം ആവശ്യമുള്ളവരെ, സാധുക്കളെ ഒക്കെ സഹായിക്കാൻ ആർക്കെങ്കിലും വല്ല മനസ്സുണ്ടെങ്കിൽ കാത്തിരിക്കേണ്ട. ഇന്ന് ചിലപ്പം സൗകര്യം ഉണ്ടാകും, കാരണം ഇന്ന് നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ഇന്ന് അയാൾക്ക് വേണം, അയാളുടെ
പിന്നെ അയാൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് കൊടുക്കാം. നാളെ അയാൾക്ക് ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. നാളെ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല, കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് കൊടുക്കേണ്ട ഘട്ടം അങ്ങനെ വരുമ്പം ഇന്നാണ് അയാളുടെ ആവശ്യങ്ങൾ ഉള്ളപ്പോ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. നിങ്ങൾ ഉണ്ടാകേണ്ട സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാവുക, നിങ്ങൾ എത്തിപ്പെടേണ്ട സന്ദർഭത്തിൽ നിങ്ങൾ എത്തിപ്പെടുക. രണ്ടാമത്തത് തജ്ഹീസുൽ മയ്യിത്ത്. മയ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്, വേഗം വേഗം ചെയ്യണം. അത് നമ്മൾ ഈ സൂറത്ത് ഈ വിശദീകരണത്തിൽ വന്ന കാര്യാട്ടോ. പിന്നെ മയ്യത്തിന്റെ കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് പറയുന്നത് പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു നല്ല മയ്യത്താണെങ്കിൽ അത് നമുക്ക് ആ മയ്യത്തിന് വേഗം തന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആ അനുഗ്രഹത്തിലേക്ക് വിടുകയാണ്. ഇനി മോശക്കാരനാണെങ്കിൽ അത് നമ്മിൽ നിന്നും ആ ഒരു ഭാരം എത്രയും പെട്ടെന്ന് ഒഴിവാക്കുകയാണ് ഒക്കെ ചെയ്യുന്നതെന്നുള്ള വിശദീകരണങ്ങളൊന്നുമില്ല. ഏതായാലും മയ്യത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്നാണ് മരിച്ചു കണ്ടാൽ ഉടനെ കണ്ണടയ്ക്കുക, ഉടനെ വസ്ത്രമിട്ട് മൂടുക, ഉടനെ നമ്മൾ കൈകാലുകളൊക്കെ നേരാക്കി വെക്കുക, ഉടനെ ആളുകളെ അറിയിക്കുക, ഉടനെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുക, ഉടനെ നിസ്കാരം, ഉടനെ കാര്യങ്ങൾ, ഉടനെ എല്ലാം പെട്ടെന്നാണല്ലോ ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പാണല്ലോ, അതൊരു ചെയിനായിട്ട് ചെയ്തു തീർക്കേണ്ട സംഗതികളാണല്ലോ. മയ്യത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ് വരേണ്ടത്. ഇനി ഖലാഉദ്ദൈന്, കടം വീട്ടാൻ വേണ്ടിയിട്ട്. കടം വാങ്ങിയാലും നമ്മളൊരു അവധി വെച്ച് വാങ്ങിയാലും അതിന്റെ മുമ്പേ തന്നെ അത് കൊടുത്തു വിട്ടാൻ സാധിക്കുമോ എന്ന് നോക്കിയിട്ട് കൊടുത്തു വിട്ടണം. കാരണം കടമാണ്, അത് ബാക്കി വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ വന്നാല് ഉള്ള കാര്യങ്ങള് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വരെ മാറി നിന്നിട്ടുണ്ടായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടം എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തത് തസ്വീജുൽ ബിക്ർ എന്നാണ്. വിവാഹപ്രായമെത്തിയ ഒരാണോ പെണ്ണോ ഒക്കെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചാല് ഉടനെ നടത്തി കൊടുക്കണം. അങ്ങനെ ഒരു നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് നീട്ടി നിക്കാഹ് കഴിഞ്ഞ് പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ മുട്ടായി കൊടുക്കലായി പിന്നെ പരിപാടി അങ്ങനെ കുറെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരിൽ വേറെ എന്താ വെച്ചാൽ പ്രശ്നം വന്ന് അതെല്ലാം കൂടെ അലങ്കോലപ്പെട്ടു പോകുന്നത് കാണാം. അങ്ങനെ അതിൽ നിൽക്കാതെ തസ്വീജുൽ ബിക്ർ, പെട്ടെന്ന് വിവാഹം കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനുള്ള പ്രായമായി കഴിഞ്ഞാലോ ഒക്കെ അതിനു വേണ്ടി വേഗം ഒരുങ്ങേണ്ടതാണ്. പിന്നെ അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ ധൃതി കാണിക്കേണ്ട ഒരു സംഗതി, അതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ പഠനത്തിന്റെ ഒക്കെ ആവശ്യകത എന്ന് പറയുന്നത് അത്തൗബത്തു മിനൽ ദംബ്. നമുക്കെപ്പോഴും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ വന്നു പോകുന്ന മനുഷ്യൻ എന്ന നിലക്ക് പടച്ചവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നാണല്ലോ വാക്കിനർത്ഥം. മടങ്ങാൻ വേണ്ടിയിട്ട് സമയമൊന്നും കാത്തിക്കേണ്ട, സമയവും സന്ദർഭവും ഒക്കെ ആകട്ടെ, എപ്പോഴെങ്കിലൊക്കെ ഉള്ള അവസരങ്ങൾ വരട്ടെ എന്ന്, ഏതെങ്കിലും ഒരു സീസൺ വരട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ സൂറത്തിന്റെ പേര് നമുക്കറിയാം, അവസാനിച്ചുട്ടോ, ആയത്തുകൾ അവസാനിച്ചു. സൂറത്തിന്റെ പേര് സൂറത്തു സജ്ജദ എന്നാണ്. സൂറത്തു സജ്ജദ എന്ന് വരാനുള്ള കാരണം അതിലൊരു തിലാവത്തിന്റെ ആയത്തുണ്ട്. ആ ആയത്ത് വന്നത് കൊണ്ടാണ് ഇത് നമ്മള് പിന്നെ സുജൂദ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു കാരണം കൂടെ പണ്ഡിതന്മാർ പറയുന്നു, അത് നമ്മുടെ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല. അതെന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞ നിങ്ങൾ കാത്തിരിക്കുക, ഫന്തദിർ, നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞല്ലോ. ആ ഒരു കാത്തിരിപ്പുണ്ട്, ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു അനുഗ്രഹമാണ് ഇതിലൂടെ സംഭവിക്കാനിരിക്കുന്ന ഒരു പ്രതീക്ഷ നിറഞ്ഞ ജീവിതമാണ് അള്ളാഹു നമുക്ക് വിഭാവനം ചെയ്യുന്നത് എന്നർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടവരാണ്, ശുക്രിന്റെ സുജൂദ് ചെയ്യേണ്ടവരാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വിധേയമാകാൻ പോകുന്ന ആളുകൾ എന്ന നിലക്ക്, അള്ളാഹുവിന്റെ നന്മകൾ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ആളുകൾ എന്ന നിലക്ക് ആ നന്മ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മൾ ആലോചിക്കുക, ഇപ്പോ നമ്മളെ അവസ്ഥ എന്താണ്? എന്താണെന്ന് ആലോചിക്കുക. എന്താ നമ്മളെ അവസ്ഥ? എല്ലാം നമ്മൾ ഇവിടെ നിന്ന് പോവുക എന്ന് വിചാരിക്കുക, അള്ളാഹിന്റെ അടുക്കലേക്ക് പോവുക എന്ന് വിചാരിക്കുക. പോകാന്ന് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ബാക്കിയുണ്ടോ? കൊടുക്കാനും വാങ്ങാനും പറയാനും ചെയ്യാനും ഒക്കെ വല്ലതും ബാക്കിയുണ്ടോ? അല്ല, എല്ലാം നമ്മൾ പൂർത്തീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ ഉള്ളതൊക്കെ ഓക്കെയാണ്, അപ് ടു ഡേറ്റ് ആണ്. നമ്മൾ ഇതുവരെ ഉള്ളതൊക്കെ ഓക്കെയാ, എഴുതി വെച്ചിട്ടുണ്ട്, പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല. അങ്ങോട്ട് മാറ്റിക്കാൻ ഇങ്ങോട്ട് മാറ്റിക്കാൻ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു വിധത്തിലാണ് നീ ഉള്ളതെങ്കിൽ ഓക്കെ, പോകാൻ റെഡി ആയിക്കോ, സന്തോഷത്തോടു കൂടി പോകാൻ റെഡി ആയിക്കോ എന്നാണല്ലോ നമ്മളോട് പറയപ്പെടുന്നത്. അപ്പൊ ആ നിലക്കുള്ള ഒരു
പഠനയും ചിന്തയും ഒക്കെയാണ് നമ്മളെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. സൂറത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം റിസാലത്തും തൗഹീദും ഹശ്റും പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രബോധന ദൗത്യവും തൗഹീദും അള്ളാഹുവിന്റെ ഏകത്വവും അതേപോലെ പരലോകത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗത്തു ഇപ്പൊ വന്നപ്പോഴും നമ്മൾ കണ്ടത് അത് തന്നെയാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ, റിസാലത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അവലം യഹ്ദി എന്നൊക്കെ പറഞ്ഞിട്ട് തൗഹീദിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നെ അവസാനം ഇവിടെ വയഖൂലൂന മത്താ ഹാദൽ ഫത്ഹു എന്ന് പറഞ്ഞുകൊണ്ട് ഹശ്റിന്റെ വിചാരണയുടെ പരലോകത്തിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. ഈ സൂറത്തിന്റെ നമ്മൾ 30 ആയത്തുകൾ 11 ആഴ്ചകളിലായി ഇവിടെ വിശദീകരിച്ചു തീർത്തു. അള്ളാഹു വലിയൊരു അനുഗ്രഹമാണ് സഹോദര സഹോദരികളെ നമുക്ക് ചെയ്തത്. നിങ്ങളുടെ സഹോദരികൾ സഹോദരങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൂടെ, സഹോദരങ്ങൾ അവരുടെ കുടുംബത്തിന്റെയും അവരുടെ ഭാര്യമാരുടെയും കൂടെ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സിൽ സംബന്ധിച്ചു. ഏറെ സന്തോഷമുണ്ട്. അള്ളാഹു ഇത് സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. 1-2 കാര്യങ്ങൾ ഉണർത്താനുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് എന്താ ചോദിച്ചാൽ, അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പരീക്ഷയാണ്. അടുത്ത തിങ്കളാഴ്ച പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ 3 രൂപത്തിലാണ് ഉള്ളത്. 3 ഘട്ടങ്ങൾ, 3 ലെവലായിട്ടാണ് ചോദ്യങ്ങൾ തരിക. കൂടുതൽ ചോദ്യങ്ങളില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളൊന്ന് ടിക്ക് മാർക്ക് ചെയ്താൽ മതി, അത്രേ ഉണ്ടാവുള്ളൂ. ഒന്നും എഴുതാനുണ്ടാവില്ല. 1ാമത്തെ ലെവൽ എന്ന് പറയുന്നത് അതിൽ 5 എത്ര ചോദ്യമാണ് നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് വിട്ടുതരാം. 5 ചോദ്യം 10 ചോദ്യം വേണമെങ്കിൽ തരാം. ആ ചോദ്യങ്ങൾ പരിഭാഷയും ഖുർആനും അതിന്റെ അർത്ഥവും മാത്രം വായിച്ചാൽ അതിന് ആൻസർ ചെയ്താൻ പറ്റും. അറബിയും അതിന്റെ മലയാളത്തിലുള്ള അർത്ഥവും. 2ാമത്തെ ലെവൽ എന്ന് പറയുന്നത് വിശദീകരണങ്ങൾ ഉണ്ടാവില്ല, അമാനിമോലയുടെ തഫ്സീറൊക്കെ പോലെയുള്ള ആ വിശദീകരണങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഉണ്ടായത്. അത് വായിച്ചാൽ നിങ്ങൾക്ക്. 3ാമത്തെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണിച്ച അഡീഷണൽ ആയിട്ടൊക്കെ പറഞ്ഞ നോട്ട്സുകളും ക്ലാസ്സുകളും ഒക്കെ വരുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ ഓരോ ലെവലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള, അവസാനിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്തായിരുന്നാലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. പരീക്ഷയിൽ വിജയിക്കുന്നതും തോൽക്കുന്നതും അല്ല നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മൾ ഈ 11 ആഴ്ചകൾ കൊണ്ട് പഠിച്ച കാര്യങ്ങൾ അത് നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാനാകും, നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാനാകും, നമുക്ക് പഠിക്കാനാകും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. ഞാൻ പിന്നെ ആ ആയത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 ആയത്ത് ഞാനൊന്ന് ഓതുകയാണ്. ആരും പോകല്ലേ. വേറൊരു വിഷയം കൂടെ പറയാനുണ്ട്, അതുകൊണ്ട്. ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ രണ്ടാമത് പറയാൻ ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ലിങ്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അത് ഈ ക്ലാസിന്റെ ഒരു റിവ്യൂ ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഈ ക്ലാസ്സിനെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ടോ, അതല്ല ഇനി കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ മുമ്പിൽ റമദാന്റെ മുമ്പിൽ 9 ആഴ്ച, പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 9 ആഴ്ച കിട്ടുള്ളൂ. 10ാമത്തെ ആഴ്ച നമുക്ക് പരീക്ഷ നടത്തണം. അപ്പൊ ആ 9 ആഴ്ചയിൽ തീരുന്ന തരത്തിലുള്ള ഒരു പാഠഭാഗം മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വലിയ സൂറത്ത് പറഞ്ഞാൽ വലിയ സൂറത്ത് ഒരു പക്ഷെ തിരഞ്ഞെടുക്കാൻ സാധിച്ചൊന്നും വരില്ല. അപ്പൊ നിങ്ങൾ ഏതായിരുന്നാലും അതിൽ സെലക്ഷനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനുള്ള സൗകര്യങ്ങളും ഈ ഒരു പിന്നെ ഷീറ്റിലുണ്ട്. അതുകൂടെ നിങ്ങൾ ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും പഠനവും ഒക്കെ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പഠിച്ചവരെ കഴിഞ്ഞ 11 ആഴ്ചകളിലും നീ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ, ഒരു ചെറിയ പനിയോ ഒരു ജലദോഷമോ വന്നിട്ടുണ്ടായി ഒരു പക്ഷേ ക്ലാസ് എടുക്കാൻ സാധിക്കാതെ വരികയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സൂറത്ത് ഏതായിരുന്നാലും അവസാനിപ്പിക്കാൻ സാധിച്ചു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അവന്റെ വേദഗ്രന്ഥം നമ്മളെ പിന്നെ അത് ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പ്രസന്റേഷൻ രൂപത്തിൽ വെച്ച് അത് അവതരിപ്പിച്ചതാണ്.
അത് പറഞ്ഞതിൽ ഒരുപാട് പിഴവുകളും പിന്നെ അപാകതകളൊക്കെ ഉണ്ടാകും. പടച്ചോൻ അത് നമ്മിൽ നിന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നതുകൊണ്ട് പടച്ചോൻ അത് പരിഹരിച്ചു തരുമാറാകട്ടെ. ദുആ ചെയ്യും. അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫു ലനാ യാ ഗഫൂറൽ മുദ്നിബീൻ. ഈ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സാധിച്ചത് കൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാവിധത്തിലുള്ള നമ്മുടെ സ്വാലിഹായ ഉദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആളുകൾ അനുഭവിക്കുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന വല്ലാത്ത അവസ്ഥകളുണ്ടല്ലോ. പടച്ചോൻ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായ പടച്ചോൻ എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു ഉദ്ദേശിച്ച നന്മയിലേക്ക്, ഒരു വിജയത്തിലേക്ക്, ആ ഒരു തുറവിയിലേക്ക് അള്ളാഹു നമ്മെ എത്രയും പെട്ടെന്ന് കൊണ്ടെത്തിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മെ ഈ വിധത്തിലാകാൻ വേണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് ചെയ്ത നമ്മുടെ വേണ്ടപ്പെട്ടവരായ എല്ലാ ആളുകളും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. എൻ്റെ ഈ ബിൽഡിങ്ങിലുള്ള എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ നാട്ടുകാരുണ്ട്, എൻ്റെ എല്ലാം ഒരുപാട് ആളുകൾ പഴയ കാലങ്ങളിലൊക്കെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ ക്ലാസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യുന്നു. എല്ലാവരുടെയും നല്ലതായ ആഗ്രഹങ്ങൾ പടച്ചവൻ പൂർത്തീകരിക്കട്ടെ. അതിലൊക്കെ ഉപരിയായി നാളെ പരലോകത്ത് നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിർമ്മിച്ചു കൂട്ടുമാറാകട്ടെ. تقبلنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اغفر للمؤمنين والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب سراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. جزاكم الله. تقبل الله منا. സലഫി, അടുത്ത ആഴ്ചത്തെ പിന്നെ എക്സാം എത്ര സമയമാണ്? 24 മണിക്കൂർ ഉണ്ടാവും. 24 hours, 24 മണിക്കൂർ ഓപ്പൺ ആണ്. അല്ല, അങ്ങനെ അത് ആ ടൈമിലല്ല. അല്ല, ലിങ്ക് അയച്ചിട്ട് അതിൽ നമ്മള് ചെയ്യല്, നമ്മളെ വെളിച്ചം മാതിരി. അത് ശരി. ആ ലിങ്ക് വിടുന്നത് അടുത്ത ആഴ്ച ആയിരിക്കും അർത്ഥം? അടുത്ത ആഴ്ച വിടുള്ളൂ. അന്നേ വിടുള്ളൂ ലിങ്ക്. രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ടാവും. പിന്നെ ഉണ്ടാവില്ല, ഒറ്റ ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പൊ അടുത്ത ആഴ്ച നമ്മുടെ പുതിയ ക്ലാസ്സും ആരംഭിക്കും ആ രീതിയിൽ? ഇല്ല, അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അവസാന ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരാള് പറയും. അവസാന ക്ലാസ്സിലാണ് പങ്കെടുത്തത്. അപ്പോ അതിൽ എക്സാമിൽ പങ്കെടുത്താൽ അർത്ഥം വായിച്ച ഒന്നാമത്തെ ലെവലിൽ പങ്കെടുക്കാം. ഒന്ന് നോക്കി പങ്കെടുക്കാൻ പറ്റും. നോക്കി ഒന്നില്ല. നമ്മളെ മനാഫാണോ? മനാഫ് സാഹിബാണോ? നമ്മുടെ മതി. ഞാൻ വിട്ടുപോയത് നിങ്ങള് പിന്നെ ജഹിയന്റെ അടുത്തുള്ളത് കൊണ്ട് നിങ്ങള് ക്ലാസ്സിൽ ഉണ്ടാവും എന്നുള്ള ധാരണയിലായിരുന്നു. ഇല്ല, ഞാൻ കേറി. എന്തുണ്ട്? അല്ലെ 1, 2, 3, 4, 5 എന്നുണ്ടല്ലോ നിങ്ങളെ ഇപ്പൊ ലാസ്റ്റ് വിട്ട ലിങ്കില്, നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട ലിങ്കിലേ. അപ്പൊ അതില് അത് അതിന്റെ ഒരു മറ്റേ ലാസ്റ്റ് വരുമ്പോ 5 നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടത്. അത് ഏറ്റവും എന്നുള്ളത് ഇപ്പുറത്താണല്ലോ ഉള്ളത്. ഏറ്റവും കുറഞ്ഞത് അപ്പുറത്ത് 5 അല്ല ഉള്ളത്. അങ്ങനെയല്ലേ? അങ്ങനെ ചിലപ്പോ ആൾക്കാര് വായിക്കുമ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. റെക്കോർഡിംഗ് ഓൺ ആണ് ട്ടോ. റെക്കോർഡിംഗ് ഓണാ? ഓക്കെ, നോ പ്രോബ്ലം.